2025 എൻ്റെ ആദ്യത്തെ മേക്കപ്പ് വീഡിയോ ആണ്. ഈ വീഡിയോയിൽ ഏതൊക്കെ പ്രൊഡക്ട്സാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാനൊരു ഇൻസ്റ്റാ സ്റ്റോറി ഇട്ടിരുന്നു ആൻഡ് ഒരു യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലൊരു പോസ്റ്റ് ഇട്ടിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ അതെല്ലാം അതിൻ്റെയൊക്കെ ആൻസേഴ്സ് പറയാം എന്നുള്ള പോസ്റ്റ് ഇട്ടിരുന്നു. സോ ആ പോസ്റ്റിൽ ആൻഡ് ഇൻസ്റ്റാ സ്റ്റോറിയിൽ എനിക്ക് കൂടുതൽ പേഴ്സണലായിട്ട് വന്നിട്ടുള്ള മെസ്സേജസ് എല്ലാം അബൌട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. എങ്ങനെ നമുക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാം, എങ്ങനെ സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ്, ഏറ്റവും ബെസ്റ്റ് എവിടെ നിന്നാണ്, ഏതൊക്കെ പ്രൊഡക്ട്സാണ് യൂസ് ചെയ്യേണ്ടത്, എത്ര ക്യാഷാണ് നമുക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എല്ലാം. ആൻഡ് പേഴ്സണലായി എല്ലാവരും ചോദിച്ചിരുന്ന ഏറ്റവും ബിഗ് ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം കൊണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാൻ പറ്റും എന്നുള്ളതായിരുന്നു. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റ് സർട്ടിഫിക്കറ്റ് നമുക്കത് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മളൊരു മേക്കപ്പ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അത് ബ്രൈഡ്സ് മെയ്ഡ് ആർക്കായാലും മേക്കപ്പ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് നിർബന്ധമുള്ള കാര്യമില്ല. ബട്ട് നമ്മുടെ കയ്യിൽ നമ്മുടെ ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ വെക്കുന്നത്. നമുക്ക് വളരെ ഈസിയായി ഗവൺമെൻറ് നമുക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേക്കപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടും. മേക്കപ്പ് സർട്ടിഫിക്കറ്റ് നമുക്ക് ഗവൺമെൻറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും മേക്കപ്പ് അക്കാദമിയിൽ പഠിക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നും സർട്ടിഫിക്കറ്റ് കിട്ടും. മേക്കപ്പ് രജിസ്ട്രേഷൻ ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ബിലോ 300 ഉള്ളിലാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് ഈസിയായി നമുക്ക് കിട്ടും. ബട്ട് മേക്കപ്പ് അക്കാദമിയിലാണ് നമ്മൾ പഠിക്കാൻ പോവുകയാണെങ്കിൽ 5 ഡേയ്സിന് 25,000, 10 ഡേയ്സിന് 50,000 അങ്ങനെ ഡിഫറെൻറ്റ് പ്രൈസസ് ആണ്. അതിനുശേഷം നമ്മുടെ കയ്യിൽ മണിയുണ്ട്, നമ്മൾ ഏതെങ്കിലും അക്കാദമിക്ക് പോയി പഠിച്ചു. ബട്ട് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാൻ അത് മതിയാവില്ല. നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും, ബട്ട് സ്കിൽസ് എന്ന് പറയുന്നത് നമ്മൾ സ്വയം ഡെവലപ്പ് ചെയ്തിരിക്കണം. എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഏതെങ്കിലും അക്കാദമിക്ക് പോയി മേക്കപ്പ് അവിടെ നിന്ന് പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിന് മുമ്പ് തന്നെ മേക്കപ്പിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ എത്ര വീഡിയോസ് ഉണ്ട്. ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഇൻഫർമേഷൻസ് കിട്ടും. അതെല്ലാം കളക്ട് ചെയ്ത് സ്വയം എല്ലാം നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്തിരിക്കണം. 5 ഡേയ്സ് മേക്കപ്പ് ക്ലാസ് എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഒരു ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല. ബിഗിനേഴ്സ് അവിടെ കാണുന്ന പ്രൊഡക്ട്സ് എല്ലാം മേ ബി ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ ഒരു ഡൗട്ട്സും നമുക്ക് ആ പ്രൊഡക്ട്സിനെ കുറിച്ച് വരില്ല, കാരണം നമുക്ക് അറിയില്ല ആ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ. ബട്ട് നമ്മൾ ആ പ്രൊഡക്ട്സ് തനിയെ യൂസ് ചെയ്യുന്നവരെങ്കിൽ നമ്മൾ അവിടെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. ഇതെങ്ങനെ യൂസ് ചെയ്യുക, ഇത് എല്ലാവർക്കും സ്യൂട്ടബിളാണ്, ഒരുപാട് ഡൗട്ട്സ് വരും. അതുകൊണ്ട് മേക്കപ്പ് സർട്ടിഫിക്കറ്റിനായി അല്ലെങ്കിൽ മേക്കപ്പ് ക്ലാസ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവും എന്ന് വിചാരിച്ച് ആരും അക്കാദമിക്ക് പോയി പഠിക്കരുത്. നിങ്ങൾ ആദ്യം ഒരുപാട് യൂട്യൂബ് വീഡിയോസ്, ഗൂഗിൾ സെർച്ച് എല്ലാം ചെയ്ത് നിങ്ങൾ കുറച്ച് പ്രൊഡക്ട്സ് ബിഗിനേഴ്സിനുള്ള വളരെ ലോ ക്വാളിറ്റി പ്രൊഡക്ട്സ് എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ നോർമലി യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സ്. ആ പ്രൊഡക്ട്സ് വെച്ച് നിങ്ങളുടെ സിസ്റ്റേഴ്സ്, നിങ്ങൾ കസിൻസ്, നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും, നിങ്ങളുടെ ഫ്രണ്ട്സ് ആർക്കെങ്കിലും ആ പ്രൊഡക്ട്സ് വെച്ച് നിങ്ങൾ മേക്കപ്പ് ചെയ്തിരിക്കണം. കാരണം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് മേക്കപ്പ് എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ ബ്രൈഡ്സിനും ആൻഡ് എല്ലാവർക്കും ഒരുപോലത്തെ പ്രൊഡക്ട്സ് ഒരിക്കലും സ്യൂട്ടബിൾ അല്ല. ഇപ്പം എൻ്റെ കയ്യിൽ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ബ്രാൻഡ്സിൻ്റെ ഫൗണ്ടേഷൻസ്, കൺസീലേഴ്സ് എല്ലാം ഡിഫറെൻ്റ് ആണ്. എല്ലാ ബ്രൈഡ്സിനും സെയിം അല്ല. ഫസ്റ്റ് വൺ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് അക്കാദമിക്ക് പോയി പഠിച്ച് നമുക്ക് അവിടെ സർട്ടിഫിക്കറ്റ് നേടേണ്ട ആവശ്യമില്ല. നമുക്ക് ഗവൺമെൻറ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയായി മേക്കപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടും. സെക്കൻഡ് വൺ, എത്ര ദിവസം കൊണ്ട് നമുക്ക് മേക്കപ്പ് പഠിക്കുക എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മുടെ സ്കിൽസിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ മേക്കപ്പ്. നമുക്ക് ചിലപ്പോൾ 1 ഇയർ ആവശ്യം വേണ്ടി വരും. ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ ഏറ്റവും കൂടുതൽ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഫോട്ടോസാണ്. അതിൻ്റെ റിവ്യൂ ആയാലും അതിൻ്റെ എല്ലാം നമുക്കൊരു ഫേക്കാണ് നമുക്ക് കാണുന്നത്. ഈ ഫിൽറ്റർ എന്ന് പറയുന്നത് നമ്മുടെ മേക്കപ്പിൻ്റെ ഇംപെർഫെക്ഷൻസ് ബ്ലർ ചെയ്യാനുള്ള ഏറ്റവും ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ് ആണ് ഈ ഫിൽറ്റർ എന്ന് പറയുന്നത്. നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കണം. അതിന് നിങ്ങൾ സ്വയം മേക്കപ്പ് ചെയ്യുന്നവരായിരിക്കണം ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സ്വയം മേക്കപ്പ് ചെയ്യാത്തവർക്ക് നമ്മളൊരു ഫുഡിൻ്റെ ടേസ്റ്റ് നമ്മൾക്കറിയില്ല, അത് മറ്റുള്ളവർക്ക് നമ്മൾ എങ്ങനെ പറഞ്ഞു കൊടുക്കും, ഇതിൻ്റെ ടേസ്റ്റ് ഇതാണ്. എന്നെ പോലെ തന്നെയാണ് മേക്കപ്പ്. നിങ്ങൾ
പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എല്ലാം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു ലിക്വിഡ് ബ്ലഷ് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, പൗഡർ ബ്ലഷ്, ലിക്വിഡ് ബ്ലഷ്, ക്രീം ബ്ലഷ്, മൂന്നും ഡിഫറെൻ്റ് ആണ്. ബട്ട് അതെങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്വയം നമ്മൾ ചെയ്തിരിക്കണം. നമുക്ക് ആ പ്രൊഡക്ട്സിനെ കുറിച്ച് ആ പ്രൊഡക്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിരിക്കണം ഇതൊരു ലിക്വിഡ് ബ്ലഷാണ്, ഇത് എനിക്കറിയാതെ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത്. ലിക്വിഡ് ബ്രഷ് ഒരിക്കലും ഒരു ഓയിലി സ്കിന്നിനും സ്യൂട്ടബിൾ അല്ല. സോ നിങ്ങൾ അതും അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ കയ്യിൽ ഇപ്പം നിങ്ങൾ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് ആൻഡ് കുറച്ച് പ്രോഡക്ട്സും നിങ്ങൾ പർച്ചേസ് ചെയ്തു. നിങ്ങൾ ഒരുപാട് വീഡിയോസ് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. ബട്ട് നിങ്ങൾക്ക് റിയലായി ഒരാൾ മേക്കപ്പ് ചെയ്യുന്നത് അതിൻ്റെ ഫ്ലോലെസ്, അതിൻ്റെ ഒരു ഫിനിഷിങ് എല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് എല്ലായിടത്തും, നമ്മുടെ കേരളത്തിലെ എല്ലായിടത്തും മേക്കപ്പ് സെമിനാർസ് നടത്താറുണ്ട് എല്ലാവരും, ബിഗ് ആർട്ടിസ്റ്റുകൾ എല്ലാവരും. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു 2000 സംതിങ് ആയിരിക്കും, അല്ലെങ്കിൽ 2000 ആയിരിക്കും. അത് കൊടുത്ത് ഒരു 3 months 4 months ഒരിക്കൽ നിങ്ങൾക്ക് അങ്ങനത്തെ സെമിനാർസ് കണ്ടക്ട് ചെയ്യാം. അത് ജസ്റ്റ് നമ്മുടെ മേക്കപ്പ് സ്കിൽസ് അപ്ഡേറ്റ് ചെയ്യാൻ മാത്രമാണ്. ആൻഡ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാൻ എത്ര പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്തിരിക്കണം, എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. സോ ഒരു കംപ്ലീറ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഹെയർ ടു എല്ലാം, നമ്മുടെ ഹെയറിലേക്കുള്ള ആക്സസറീസ് ആൻഡ് അതിൻ്റെ ടൂൾസ് എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. ക്രിമ്പിങ് മെഷീൻ, സ്ട്രൈറ്റനിങ് മെഷീൻ, നമ്മുടെ ബ്ലോ ഡ്രയർ, അതിനുള്ള സ്പ്രേ എല്ലാം ഡിഫറെൻ്റ് ആണ്. അതിന് തന്നെ വലിയൊരു എമൗണ്ട് ആവും. നമുക്ക് ലോക്കൽ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, എല്ലാം ഹൈ ബ്രാൻഡ് തന്നെ ആയിരിക്കണം എപ്പോഴും. ആൻഡ് മേക്കപ്പ് പ്രൊഡക്ട്സ് നമ്മൾ ഏതെങ്കിലും ഒരു ബ്രാൻഡ്, മെയിനായി നമ്മളെപ്പോഴും ഹൈ ബ്രാൻഡായിരിക്കണം സെലക്ട് ചെയ്യാൻ. ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ 2 ഷെയ്ഡ്സ് ശരിക്കും അത്ര മതിയാവും, ഒന്ന് ലൈറ്റ് ഷെയ്ഡ്, ഒന്ന് ഡാർക്ക് ഷെയ്ഡ്. ബട്ട് നമുക്ക് 2 ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നത് മിക്സ് ചെയ്യുന്നത് അറിഞ്ഞിരിക്കണം. നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ച് നമ്മൾ ലൈറ്റ് ഷെയ്ഡ് ഫൗണ്ടേഷൻ എത്ര എടുക്കണം, ഡാർക്ക് ഷെയ്ഡ് ഫൗണ്ടേഷൻ അതിൽ എത്ര മിക്സ് ചെയ്യണം, അതെല്ലാം നമ്മൾ ഒരാൾ പഠിപ്പിച്ചാൽ ശരിയാവില്ല. അതെല്ലാം നമ്മുടെ വീട്ടിൽ നമ്മൾ സ്വയം എക്സ്പെരിമെൻറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ നമ്മുടെ ഫേസിൻ്റെ കളറായിരിക്കില്ല നമ്മുടെ ഹാൻഡ്സിൻ്റെയും നമ്മുടെ കാലിൻ്റെയും. സോ നമ്മുടെ ഫേസിന്, നമ്മുടെ കയ്യിലുള്ള ഫൗണ്ടേഷൻ നമ്മുടെ ഫേസിലേക്ക് എങ്ങനെ മാച്ച് ആവും, നമ്മുടെ കൈകൾക്ക് എങ്ങനെ മാച്ച് ആവും എന്നുള്ളത് നമ്മുടെ വീട്ടിലെല്ലാവരും മേ ബി ഒരേ കളറായിരിക്കില്ല. നമ്മൾ ഫൗണ്ടേഷൻ മിക്സ് ചെയ്ത് അങ്ങനെ മിക്സ് ചെയ്യാൻ ഒരുപാട് പ്രൊഡക്ട്സ് എടുക്കണം, ക്വാണ്ടിറ്റി എടുക്കണം എന്നില്ല. 2 drops അല്ലെങ്കിൽ 3 drops ഇനഫാണ്. അത് വെച്ച് നിങ്ങൾ മിക്സ് ചെയ്ത് പഠിക്കണം. ബട്ട് ഏതെങ്കിലും ബ്രാൻഡിൻ്റെ, ഹൈ ബ്രാൻഡ്സിൻ്റെ, ഇപ്പോൾ നാർസ് എങ്കിൽ നിങ്ങൾ 2 ഷെയ്ഡ്സ്, ലൈറ്റ് ഷെയ്ഡ്, ഡാർക്ക് ഷെയ്ഡ്. ഹുദ ബ്യൂട്ടി ആയാലും മാക് ആയാലും ഡിയോർ ആയാലും ഏതായാലും ശരി 2 ബ്രാൻഡ്സ് നിങ്ങളുടെ കയ്യിൽ മസ്റ്റായി ഉണ്ടാവണം. ആൻഡ് എല്ലാ ഫൗണ്ടേഷൻസും എല്ലാ സ്കിൻ ടൈപ്സിന് സ്യൂട്ടബിൾ അല്ല. നോർമൽ, സെൻസിറ്റീവ്, ഡ്രൈ, കോമ്പിനേഷൻ, ഓയിലി സ്കിന്ന്, അതും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. മേക്കപ്പ് പ്രൊഡക്ട്സ് ഒരിക്കലും ആമസോണിൽ പർച്ചേസ് ചെയ്യരുത്. സംടൈംസ് നൈക്ക ഓക്കെ, ബട്ട് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. സോ നമ്മൾ ഒരുപാട് പൈസ ചിലവഴിച്ച് നമ്മൾ മേക്കപ്പ് പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്തു, ഹെയറിനുള്ള ടൂൾസും സ്പ്രേ എല്ലാം പർച്ചേസ് ചെയ്തു, സർട്ടിഫിക്കറ്റും റെഡിയാക്കി, നമ്മുടെ കയ്യിൽ സ്കില്ലുണ്ട്, നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്തു, നമ്മൾ അടിപൊളിയായി മേക്കപ്പ് ചെയ്യാനും പഠിച്ചു. ബട്ട് ഇത്രയും മതി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാൻ, അത് പോരാ. കാരണം നമുക്കിതെല്ലാം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾക്ക് വർക്ക് കിട്ടണം. ആ വർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ വീണ്ടും മണി ഇൻവെസ്റ്റ് ചെയ്യണം. മോഡൽസിന് നിങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കണം. മോഡൽ ഷൂട്ട് ചെയ്യാൻ നിങ്ങൾ ഓർണമെൻറ്റ്സ് റെൻറ്റിനെടുത്തിരിക്കണം, ആൻഡ് ഡ്രസ്സ് റെൻറ്റിനെടുത്തിരിക്കണം, ഫോട്ടോഗ്രാഫർ വേണം, ആൻഡ് മോഡൽസിനുള്ള കൊലാബ് ആണെങ്കിലും മേ ബി എല്ലാ മോഡൽസ് അങ്ങനെ കൊലാബ് ചെയ്യാറില്ല. കുറച്ച് നമ്മൾ അവർക്ക് റീൽസ് റീച്ചുള്ള മോഡൽസ് എങ്കിൽ നമ്മൾ അവരിനാണ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനും പേ ചെയ്തിരിക്കണം. അതെല്ലാം ചെയ്ത് നമ്മുടെ ഇൻസ്റ്റാ പേജ് സെറ്റായാൽ മാത്രമാണ് നമുക്ക് പുറമേനുള്ള എൻക്വയറി വരുള്ളൂ. ബട്ട് പുറമേനുള്ള എൻക്വയറി ബ്രൈഡ്സ് നമ്മൾ എൻക്വയറി ചെയ്യുന്ന സമയത്ത് എത്ര ഫോളോവേഴ്സാണ് അവർ നോക്കുന്നത്, നമ്മുടെ വർക്ക് എങ്ങനെയാണോ, വർക്കിൻ്റെ ക്വാളിറ്റി ചില ബ്രൈഡ്സ് ശരിക്കും പറഞ്ഞാൽ നോക്കുന്നില്ല. സോ ഈ വീഡിയോയിൽ ഇത്ര മാത്രം. നിങ്ങൾ ചോദിച്ച പോലെ ഈ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് മേക്കപ്പ് സർട്ടിഫിക്കറ്റ് നമുക്ക് എവിടെ നിന്ന് കിട്ടും, ആൻഡ് അപ്ഡേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ആൻഡ് എത്ര മണി ഇൻവെസ്റ്റ് ചെയ്യണം. മണിയുടെ കറക്റ്റ് ആക്ച്വൽ ഫിഗർ ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം നിങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയൊരു എമൗണ്ട് ആവും. ആൻഡ് ഇൻസ്റ്റാഗ്രാം പേജ് എങ്ങനെ നമുക്ക് സെറ്റ് ആവുക, പ്രൊഡക്ട്സ് എവിടെ പർച്ചേസ് ചെയ്യുക എന്നുള്ളതൊക്കെ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ കാണാൻ മറക്കരുത്. ചാനൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയെ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ.